വീട് പണി കഴിഞ്ഞിട്ട് ടൈൽസൊക്കെ ഇട്ട് വീട് പണി കഴിഞ്ഞിട്ട് അങ്ങാടിയിൽ നിന്ന് ചുവന്ന റോസാപ്പൂവിൻ്റെ തൈ 150 റുപ്യക്ക് 3 എണ്ണം വാങ്ങിക്കൊടുന്നിട്ട് വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുഴിച്ചിടുമ്പോൾ മൂത്ത മോൻ ചോദിച്ചു, അപ്പാ എന്തിനാ ഇപ്പം ഇത് കുഴിച്ചിടുന്നത്? ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ വന്നു പോയിട്ട് കുഴിച്ചിട്ടാൽ പോരെ, മനുഷ്യന്മാർ ചവിട്ടിക്കേടിരുത്തൂലേന്ന് ചോദിക്കുമ്പോൾ വാപ്പ പറയണം, മോനെ റോസാപ്പൂവിൻ്റെ മണാണ് മുത്തുനബിയുടെ ശരീരത്തിനുണ്ടായിരുന്നത് എന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അതുകൊണ്ട് അത് ഹൗസ് വാങ്ങിൻ്റെ മുമ്പന്നെ ഇക്കോട്ടെ എന്ന് പറയുമ്പോൾ കൽബിക്ക് വരുന്നൊരു മുത്തുനബി ഉണ്ടല്ലോ, അതാണ് ഈമാൻ. എല്ലാം നബി തങ്ങളായിട്ട് ബന്ധപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ മക്കൾക്ക്, നമ്മളെ നാട്ടുകാർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരാവേശമാക്കി മാറ്റാൻ നമുക്ക് കഴിയോ? ഓലെ ഈമാനൊന്നും പറ്റൂല, അല്ലെങ്കിൽ ഈമാൻ പോവും. ഈമാൻ നിലനിൽക്കുന്നത് അള്ളാഹുവിനെ എതിർത്ത് സംസാരിച്ചവൻ പിന്നീട് മുസ്ലിമായി സ്വർഗത്തിൽ പോയിട്ടുണ്ട്. അതേസമയത്ത് 5 വക്തിനും പള്ളിയിലുണ്ടായിരുന്ന യുദ്ധത്തിന് ഒപ്പം പോന്നിരുന്ന നബിതങ്ങളെ ആക്ഷേപിച്ച അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടിട്ട് അയാളുടെ മയ്യത്ത് നിസ്കാരവും മറവ് ചെയ്യലും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും എന്ന ആയത്ത് ഓതി കൊടുത്തിട്ടുണ്ട്. നബിയെ, അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ 70 പ്രാവശ്യം പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂല എന്ന ആയത്തിറങ്ങിയത് നബിതങ്ങളെ ആക്ഷേപിച്ച അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരണപ്പെട്ട് അയാളെ മറവ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു. അതേ സമയത്ത് അള്ളാഹുവിനെ ആക്ഷേപിച്ച് സംസാരിച്ചവർക്ക് തൗബ ലഭിച്ചിട്ടുണ്ട്, ഷഹാദത്ത് ലഭിച്ചിട്ടുണ്ട്, ഇസ്ലാം കിട്ടിയിട്ടുണ്ട്, ഈമാൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. രണ്ടാമത്തെ കാര്യം പറയാം, ഇൽമിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കണം. ലോകത്തെ ഏറ്റവും വിവരമുള്ള ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ വിവരത്തിൻ്റെ ഉടമസ്ഥൻ അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങളുടെ വിവരം എന്ന് പറയുന്നത് വഹയിൻ്റെ ഇൽമാണ്. വഹയിൻ്റെ ഇൽമിനൊരു പ്രത്യേകത ഉണ്ട്. വഹയിൻ്റെ ഇൽമ് അനുഭവജ്ഞാനത്തേക്കാൾ വലുതാണ്. ബക്കറ്റ് വിരി നടത്തണ്ടേ? നമുക്ക് അത് നടത്തിക്കോളൂ. ബക്കറ്റ് വിരി നടത്തണ്ടേ? ബക്കറ്റിൽ വരും സംഘാടകർ, പൈസ കൊടുക്കണം കേട്ടോ. അതിനാണ് പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ പൈസ കൊടുക്കണം. ഇതൊന്നുണ്ട് ഒഴിവാക്കിയിട്ട്. പൈസ കൊടുത്തിട്ടില്ല എല്ലാവരും? പൈസ കൊടുത്തിട്ടില്ലേ? ഇത് പച്ച വെള്ളമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇനി ഇതിങ്ങനെ നോക്കാൻ നിൽക്കണ്ട. പിരിച്ചോളി. ഈ മുന്നിന്ന് 2 വരിയാണ് പിരിക്കണം. പിരിച്ചിട്ട് വേണം വേറെ അറിയാൻ. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله
മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله. രണ്ടാമത്തെ കാര്യം ഇൽമിൻ്റെ സംരക്ഷണമാണ്. യുക്തിവാദിയാകണത് വിവരമില്ലാത്തവരല്ലല്ലോ, PhD ഒക്കെ കഴിഞ്ഞവരാണ്. നിരീശ്വരവാദിയാകണത് വിവരമില്ലാത്തവരല്ലല്ലോ, MSc ക്ലിനിക്കൽ സൈക്കോളജി റെഗുലറായി പഠിച്ചവരാണ്. സർവമത സത്യവാദിയാകുന്നത് വിവരമില്ലാത്തവരല്ല, നല്ല വിവരമുള്ള മനുഷ്യന്മാർ. സ്ത്രീ പക്ഷപാതിയും ലിബറലിസ്റ്റും ആകുന്നത് വിവരമില്ലാത്തവരല്ല, സൈക്കോളജിയിൽ PG കഴിഞ്ഞവർ. ഇങ്ങനെയൊക്കെയാണ്. എന്താ ഈ വിവരമുള്ള മനുഷ്യന്മാർ ഇങ്ങനെ ആയത്? നിങ്ങൾ ആലോചിച്ച് ചോദിക്കണം. അതിനൊരു കാരണമുണ്ട്. മനുഷ്യൻ്റെ ഭൗതിക വിദ്യാഭ്യാസം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തിൽ സംശയം വരും. ആ സംശയം തീർത്തു കൊടുക്കാൻ ആവശ്യമായ വഴിയില്ലെങ്കിൽ ആൾ ഇസ്ലാമെന്ന് പോകും. എല്ലാവർക്കും ഒരേ മാതിരിയല്ല സംശയം ഉണ്ടാകുക. ഹദീസുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ എല്ലാവരോടും ഹദീസിൽ ഒരേ മാതിരിയല്ല പറഞ്ഞിട്ടുണ്ടാകുക. പലരോടും പല രൂപത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഓരോ ആളുകളുടെയും മാനസിക നില അനുസരിച്ചാണ് സംസാരിക്കുക. എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന സംശയം ഒരുപോലെ ആവില്ല. ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയർന്നില്ലെങ്കിൽ സംശയങ്ങൾ ബാക്കിയാവുകയും രിദ്ധത്തിന് കാരണമാവുകയും ചെയ്യും. ഞാൻ ഒരിക്കൽ ഒരു പരിപാടിക്ക്, നമ്മൾ കൊറോണയൊക്കെ കഴിഞ്ഞ ഉടനെ മാസ്ക് ഇട്ട് വയത് പറയുന്ന ആ സമയമാണ്. മാസ്ക് എടുത്ത് വെച്ചിട്ടില്ല. വയത് കേൾക്കണവരൊക്കെ മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ നോക്കും. വയത് പറഞ്ഞ മൂലിയർ മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ പറയും. ആ കാലത്ത് ആ കരുവാരക്കുണ്ട് ആ ഭാഗത്ത് ഒരു പരിപാടിക്ക് പോയി. റമദാനിലൊരു ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരാൾ, ഡോക്ടറാണ് അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. അന്ന് എല്ലാവരും പ്രധാനമായിട്ടും ചോദിക്കൽ, ഉസ്താദേ
ഈ കരിഞ്ജീരകം എങ്ങനെ തിന്നേണ്ടത് എന്നാണ് അന്നത്തെ പ്രധാനപ്പെട്ട, ഓരോ കാലത്ത് ഓരോ ചോദ്യം ഉണ്ടാകുക. അന്നത്തെ പ്രധാന ചോദ്യം അതായിരുന്നു. ഓരോ കാലത്ത് ഓരോ ചോദ്യം ഉണ്ടാകുക. കൊറോണൻ്റെ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമായിരുന്നു കരിഞ്ജീരകം എങ്ങനെ തിന്നേണ്ടത് എന്നാണ്. എല്ലാവർക്കും കരിഞ്ജീരകം തിന്നലായിരുന്നു അന്നത്തെ പണി. അപ്പോൾ ഈ ഡോക്ടറിനോടൊരു ചോദ്യം ചോദിച്ച്, കരിഞ്ജീരകം ധാരാളമായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ് ഏറ്റവും പുതിയ പഠനത്തിൽ വന്നിട്ടുള്ളത്. നബിതങ്ങളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരിഞ്ജീരകം തിന്നാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി എതിരായില്ലേ, എന്താ ഇപ്പോൾ കാട്ടുക എന്നാണ് ചോദ്യം. ഏറ്റവും ആധുനികമായ പഠനം അനുസരിച്ച് കരിഞ്ജീരകം ധാരാളം ഉപയോഗിച്ചാൽ കിഡ്നി ഫെയിലിയർ ആവും, കിഡ്നി സംബന്ധമായ പ്രശ്നം ഉണ്ടാവും എന്ന് തന്നെയാണ്. ശരിയാണ്, പുതിയ പഠനമാണത്, അങ്ങനെ വന്നിട്ടുണ്ട്. നബിതങ്ങളാണ് ഈ കരിഞ്ജീരകം തിന്നാൻ പറയും ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി തമ്മിൽ എതിരായില്ല, എന്താ കാട്ടുക? ഈ സംശയം ആർക്കേ വരുള്ളൂ എന്ന് നിങ്ങൾ കരിഞ്ജീരകത്തെക്കുറിച്ച് പഠിച്ച ആൾക്കേ വരുള്ളൂ. ഞാൻ പറഞ്ഞവരെ നിങ്ങൾക്കാർക്കും അങ്ങനെ സംശയം വന്നിട്ടില്ലല്ലോ. ഭൗതിക തലം ഉയരുമ്പോൾ ആത്മീയതയിൽ സംശയം വരും. അതാണ് ഞാൻ പറയുന്ന ആശയം. മറുപടി ഞാൻ പിന്നെ പറഞ്ഞുതരാം, ആദ്യം ആശയം മനസ്സിലാക്കി. ഭൗതിക തലം ഉയരുമ്പോൾ ആത്മീയതയിൽ സംശയം വരും. ഭൗതിക വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് ആത്മീയതയിൽ സംശയം വരും. ഇസ്ലാം കാര്യത്തിൽ, ഈമാൻ കാര്യത്തിലൊക്കെ സംശയം ഉണ്ടാവും. ഒരു വിവരവും ഇല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാവില്ല. വിവരം വേണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല, വിവരം വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിനുവേണ്ടി സ്ഥാപനം നടത്തുന്ന ആളാണ്. പക്ഷെ വിവരം ഇല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാര്യമായിട്ട് ഒന്നും അറിയില്ല. ഓനിപ്പോൾ എന്താ കാര്യമായിട്ട് അറിയാം? തെങ്ങുമ്മ കയറാനറിയാം, കവുങ്ങുമ്മ കയറാനറിയാം. അല്ലെങ്കിൽ ഇവിടെ ബന്ധേക്കാരൻ സാർവത്രികമായ ജോലി എന്താണല്ലേ? സാർവത്രികമായി എല്ലാവരും ചെയ്യുന്ന ജോലിയാണ് കൂലിത്തൊഴിൽ. എന്നാലും ഈ തെങ്ങിൻ്റെ തടമൊക്കെ ആടിയൊക്കെ വൃത്തിയാക്കാനൊക്കെ അറിയാം, കിളക്കാനൊക്കെ അറിയാം. ഒരു ദിവസം ഇങ്ങനെ വിക്കാസ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വിക്കാസ് പറഞ്ഞാൽ മനസ്സിലായില്ല? വിക്കാസ് ഇങ്ങനെ തോളിൽ വെച്ചിട്ട് കിളക്കൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, അള്ള ഉണ്ട് എന്നുള്ളതിന് തെളിവെന്താന്ന് ചോദിച്ചാൽ അവൻ പറയും, ദേശം അടുത്തേക്കാണ് വനക്കി അപ്പോൾ കാണിച്ചു തരാൻ അറിയും. ഓൻ്റെ ഈമാൻ പോവില്ല. ഓൻ്റെ ഈമാൻ പോയിട്ടില്ലല്ലോ. ഈമാൻ പോയത് ആരുതാ? വലിയ വലിയ വിവരമുള്ള മനുഷ്യന്മാരത്. എന്താ കാരണം? ഒരു വിവരം ഇല്ലെങ്കിൽ ഈമാൻ പോണില്ല. അവിടെ എന്താ സംഭവിച്ചാൽ അവൻ്റെ ഭൗതിക തലവും ആത്മീയ തലവും തുല്യമാണ് എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് ഈമാൻ പോണില്ല. ഇവിടെ സംഭവിച്ചത് ഭൗതിക തലം ഉയർന്നു, ആത്മീയ തലം 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ചോരുമ തൂക്കിയിട്ട് അവസാനിപ്പിച്ചു. അതാ പ്രശ്നം. സംശയം ബാക്കിയാവും. ഇദ്ദേഹം ചോദിക്കണ ചോദ്യം അതന്നെയാണ്. കരിഞ്ജീരകം ധാരാളമായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്ന് പുതിയ പഠനം വരുന്നു. നബിതങ്ങളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരിഞ്ജീരകം കഴിക്കാൻ പറയും ചെയ്തിട്ടുണ്ട്. എന്താ കാട്ടുക? ഏത് ഹദീസിലാണോ നബിതങ്ങളാ പറഞ്ഞത് ആ ഹദീസ് രണ്ടാമത് പഠിച്ചാൽ മതിയാവും. ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും അതേ ഹദീസ് ആയിക്കെന്ന് പഠിക്കുകയാണ് വേണ്ടത്. കാരണം ഹദീസ് വഹയിൻ്റെ ഇൽമാണ്. വഹയിൻ്റെ ഇൽമിൽ വരുന്ന സംശയത്തിൻ്റെ മറുപടി തന്നെ ഉണ്ടാവും. വഹയിൻ്റെ ഇൽമ എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനത്തെക്കാൾ വലുതാണ്. ഇത് മൈക്രോഫോണാകുന്നു എന്ന വിവരത്തേക്കാൾ വലുതാണ് വഹയിൻ്റെ ഇൽമ. ഞാൻ സാലിം ഫൈസിയാണ് എന്ന വിവരത്തേക്കാൾ വലുതാണ് വഹയ്. അനുഭവത്തേക്കാൾ വലുതാണ്. ഇങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ പേരറിയാലോ, അതിനേക്കാൾ ഉറപ്പുള്ള ഇൽമാണ് വഹയ്. മനസ്സിലാണില്ല പടച്ചോനെ? എൻ്റെ കയ്യുമ്മ 5 വിരലുള്ളോ? 1 2 3 4 5 5 ആണ്. എൻ്റെ കയ്യുമ്മ 5 വിരലാകുന്നു എന്നതിനേക്കാൾ ഉറപ്പുള്ള വിവരമാണ് വഹി എന്ന് പറയുന്നത്. അതാണ് വഹി. വഹിയിൻ്റെ ഇൽമാണ് നബി തങ്ങളുടെ ഇൽമ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വഹിയിൻ്റെ ഇൽമ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവണം. എന്ത് വിഷയത്തിൽ സംശയം ഉണ്ടായാലും ആ ഹദീസ് പഠിച്ചാൽ മതിയാവും. ഡോക്ടർ ചോദിച്ച ഹദീസ് ഏതാണെന്ന് അറിയുങ്ങൾ? ഹബ്ബത്തു സൗദാഇ ശിഫാഉൻ മിൻ കുല്ലി ദാഇൻ ഇല്ലസാം. ഹബ്ബത്തു സൗദാഇ കരിഞ്ജീരകം ശിഫാഉന് ശമനമാകുന്നു, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തെ തൊട്ടും, ഇല്ലസാം മരണമല്ലാത്ത എല്ലാ രോഗത്തിനും കരിഞ്ജീരകം ശമനമാകുന്നു എന്ന് പറഞ്ഞ ഹദീസിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല.
ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ഈ മൊബൈൽ ഇപ്പം തരും, അതിൽ തിന്നാനുള്ള വാക്ക് ഏതാ? ആ ഹദീസിൽ തിന്നാനുള്ള വാക്ക് ഏതാന്ന് ഇപ്പം പറഞ്ഞാൽ ഫോൺ ഇപ്പം തരും, അതിൽ തിന്നാനുള്ള വാക്കില്ല. തിന്നണേൻ്റെ വാക്ക് ഏതാ? അക്കലാന്നല്ലേ? അതില്ലല്ലോ അതിലെന്തേ പറഞ്ഞിട്ടുള്ളൂ? കരിഞ്ചീരകം എല്ലാ രോഗത്തിനും മരുന്നാണെന്നേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. മരുന്നൊക്കെ തിന്നാനുള്ളതാ. ഞങ്ങളെ നാട്ടിലൊന്നും ഓയിൽമെൻറ്റ് തിന്നലില്ല. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അമ്പലപ്പുഴയിൽ ഓയിൽമെൻറ്റ് തിന്നലുണ്ടോ? ഇല്ലല്ലോ. മരുന്ന് തിന്നാനുള്ള തേക്കാനുള്ള ഉണ്ടാവും, മൂക്ക് കൂടി വലിക്കാനുള്ള ഉണ്ടാവും, തലേ തിരുമ്പാനുള്ള ഉണ്ടാവും, വെള്ളത്തിലിട്ട് തിളപ്പിക്കാനുള്ള ഉണ്ടാവും, എണ്ണ എടുത്ത് കുടിക്കാനുള്ള ഉണ്ടാവും, പലതും ഉണ്ടാവും. ഹബ്ബത്തു സൗദ അങ്ങനെ തിന്നാൻ ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. ഇതാർക്കേ ചിന്ത വരുള്ളൂ എന്നറിയങ്ങൾ? കരിഞ്ചീരകത്തെക്കുറിച്ചുള്ള ഭൗതിക വിജ്ഞാനമുള്ളവർക്ക്. ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം ഉയർന്നില്ലെങ്കിൽ സംശയം ബാക്കിയാകുമെന്നതാണ് വിവരമുള്ളവർ ലിബറലിസ്റ്റ് ആകുന്നതിൻ്റെ കാരണം. എന്താ പരിഹാരമാർഗം? പരിഹാരമാർഗം മദ്രസ, ഇത് വർഷല്ലേ, മദ്രസ എത്ര വരെ ഉണ്ടോ അത്ര വരെ നിർബന്ധമായിട്ടും പഠിക്കുക. എത്ര വരെ ഉള്ളത്? 10ാം ക്ലാസ് വരെ ഉണ്ട്. മദ്രസ എത്ര വരെയുണ്ടോ അത്ര വരെ നിർബന്ധമായിട്ടും പഠിക്കുക. 10ാം ക്ലാസ്സോടുകൂടെ ഭൗതിക പഠനം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓട്ടോറിക്ഷ ഡ്രൈവറായി ഓനങ്ങനെ പോയി, കുഴപ്പമൊന്നുമില്ല. ഭൗതികം ഇനി പഠിക്കുന്നുണ്ടോ മതം ഇനിയും പഠിക്കേണ്ടി വരും. ഒന്നും വേണ്ട, ഒന്നുകിൽ നാട്ടിലത്തെ പള്ളിക്കത്തെ ഉസ്താദിനായിട്ട് ബന്ധം സ്ഥാപിക്കുക, അല്ലെങ്കിൽ എവിടെയാണോ പഠിക്കുന്നത് അതിൻ്റെ അടുത്തുള്ള പള്ളിക്കലെ ഉസ്താദിനായിട്ട് ബന്ധം സ്ഥാപിക്കുക. ഞാൻ അതൊന്നുമില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പഠിക്കണം എന്നൊരാൾക്ക് തോന്നിയാലും മൊബൈൽ ഉണ്ടായാൽ തന്നെ മതിയാവും. വേണമെന്ന് തോന്നണമെന്ന് മാത്രം. പഴയ തലമുറക്ക് വഴിതെറ്റാത്തതിൻ്റെയും പുതിയ തലമുറക്ക് വഴിതെറ്റുന്നതിൻ്റെയും ഒരു കാരണമുണ്ട്. പഴയ തലമുറക്ക് എത്ര പ്രായമായാലും ഇൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. പുതിയ തലമുറക്ക് ഇൻ്റെ ഉസ്താദ് ഉണ്ടാവില്ല. പഴയ തലമുറനൊക്കെ ഒരു 65 വയസ്സുള്ളൊരു വയസ്സായ ആളെ വിളിച്ചിട്ട് അല്ല വല്യപ്പ നിങ്ങളെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ അത് പിന്നെ വെങ്കടങ്കിലെ മഹമൂലരാണ് എന്ന് പറയും. ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഞാളെ തിരഞ്ഞെടുക്കണ്ട, തിരഞ്ഞാൽ കിട്ടുന്ന ആളല്ല. പഴയ ആൾക്കാർക്ക് അങ്ങനെ ഒരാളുണ്ടാവും. അതേ സമയത്ത് ഒരു 21 വയസ്സുള്ള ഒരു കുട്ടീനെ പുതിയ തലമുറയിൽ ഒരാളെ വിളിച്ചിട്ട് മോനെ എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ തലൻ്റെ ബാക്കിൽ ഇങ്ങനെ മാന്തും. അങ്ങനെ ഒരാളില്ലല്ലോ അറിയും. ഓൻ ഉസ്താദ് ചോദിച്ചാൽ ബന്ധമില്ല, ഓർമ്മയില്ല. എന്തുകൊണ്ട് ഈ ബന്ധം ഓർമ്മയില്ല? അതായത് അതിനൊരു കാരണമുണ്ട്. ഒരാൾ പഠിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് എന്ന് തോന്നണമെങ്കിൽ 12 വയസ്സ് കഴിയണമെന്നാണ് നിയമം. 12 വയസ്സിന് മുമ്പ് ആരും അവനാന് വേണ്ടി പഠിക്കൂല. വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉസ്താദിന് വേണ്ടി, റബീഉൽ അവ്വലിലെ സമ്മാനം കിട്ടാൻ വേണ്ടി, അടുത്തിരിക്കുന്ന കുട്ടിനെ വെട്ടിക്കാൻ വേണ്ടിയൊക്കെ പഠിക്കുള്ളൂ. അവനാന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഠിക്കണത് എന്ന് തോന്നണമെങ്കിൽ 12 വയസ്സ് കഴിയണം. 12 വയസ്സാവുമ്പോഴേക്ക് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ മദ്രസയിൽ നിന്ന് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. കിട്ടുന്നത് ഭാഗ്യത്തിനാണ്, പക്ഷെ നിർത്തിയാൽ ദൗർഭാഗ്യമാണ്. 2 സർട്ടിഫിക്കറ്റ് കിട്ടും. അതാണെങ്കിൽ ഉസ്താദന്മാർ ഫ്രെയിം ചെയ്തിട്ടുണ്ട് തരും. കൊണ്ടുപോയാണ്ട് തൂക്കിയിട്ട് മതി നിർത്തുക എന്നും തീരുമാനിച്ചതാണ് പ്രശ്നം. 50 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നത് 5ാം ക്ലാസ്സിലെത്തുമ്പോൾ 40, 7ാം ക്ലാസ്സിലെത്തുമ്പോൾ 25, 10ാം ക്ലാസ്സിലെത്തുന്നത് 9 കുട്ടികൾ, +1 ഉണ്ടെങ്കിൽ വരുന്നത് 3 കുട്ടികൾ. കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ്. വേണ്ടാന്ന് വെച്ച് തന്നെയാണ്, വേറൊന്നുമല്ല. ഇതാണ് സംഗതി. പിന്നെ നമുക്ക് പിന്നെ യുക്തിവാദിയായി തരേ, നിരീശ്വരവാദിയാണെന്നുണ്ട് എന്താ കാര്യം? ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടായില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണത്. അതുകൊണ്ട് എത്രയും പഠിക്കാം, ഒരു കുഴപ്പമില്ല. പഠിക്കുന്നതിനനുസരിച്ച് ദീനുൽ ഇസ്ലാമും പഠിക്കേണ്ടി വരും. എത്ര കണ്ട് ഉന്നതമായ ഒരാൾ പഠിക്കുന്നുവോ അതിനനുസരിച്ച് ഇസ്ലാം ദീനിനെയും പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ സംശയം ബാക്കിയാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ലവലേശം സംശയം ഒരാൾക്കുണ്ടായാൽ മറുപടി ലഭിക്കുന്നതിന് മുമ്പ് ഈമാൻ പോകും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പുതിയ വിവാദങ്ങളൊക്കെ നബിനെ കുറിച്ച് കേൾക്കാറുണ്ടാകുക സല്ലല്ലാഹു അലൈഹി വസല്ലം.
പുതിയ സംശയങ്ങളൊക്കെ നബി തങ്ങളെ കുറിച്ചാണ് ഉണ്ടാകുക. ഒരു ഉദാഹരണം പറയാൻ, ഒരിക്കൽ നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാൾ കുറച്ച് കള്ള് കൊണ്ടുവന്ന് കൊടുത്തു. കള്ള്. അപ്പം നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദര, ഇത് നീ കൊണ്ടുവരുന്നത് ആരും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, ഇല്ല, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ നബി തങ്ങൾ അത് വാങ്ങിക്കുടിച്ചു എന്നാണ് പുതിയ വിവാദം. ഇതിന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? പടച്ചോനെ, അങ്ങനെറ്റുണ്ടാ അല്ലാ, അബദ്ധത്തിലേറ്റ് അറിയാതെ അങ്ങനെറ്റുണ്ടായോ ആവോ അല്ലാന്ന് ഇങ്ങോട്ട് തോന്നിയാൽ മറുപടി വരുന്നതിൻ്റെ മുമ്പ് ഈമാൻ പോയിട്ടുണ്ടാവും. മുഹമ്മദ് നബിയിൽ സംശയം വന്ന അപ്പം ഈമാൻ പോവും സല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി അടുത്ത KSRTCക്ക് വന്നിറങ്ങുകയുള്ളൂ. അപ്പോൾ അതിന് ഈമാൻ വണ്ടിയേറി പോയിട്ടുണ്ടാവും, തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടാവും. നബി തങ്ങളിൽ സംശയം വന്നാൽ മറുപടി കിട്ടുന്നതിന് മുമ്പ് ഈമാൻ പോവും. ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? എൻ്റെ മലപ്പുറം ഭാഷക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് തിരിയുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അല്പം ലവലേശം സംശയം ഒരാൾക്ക് വന്നാൽ മറുപടി പിന്നെയാണ് ലഭിക്കുക. മറുപടി വരുന്നതിൻ്റെ മുമ്പ് ഈമാൻ നഷ്ടപ്പെട്ടിരിക്കും. മുഹമ്മദ് നബിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സംശയം വരാത്ത തരത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. എന്ത് കേട്ടാലും സംശയം വരാൻ പാടില്ല. മിഅ്റാജിൻ്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശത്തൊക്കെ പോയിട്ട് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കഅബയിലേക്ക് തല വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. അബൂജഹൽ വന്നു. എന്താ മുഹമ്മദേ, പുതിയ വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിരുന്ന സ്ഥലത്ത് നിന്ന് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും സഞ്ചരിച്ച് അള്ളാഹുവിനെ കണ്ട് മുനാജാത്ത് നടത്തി, അഭിമുഖ സംഭാഷണം നടത്തി, പോയ വഴിയിലൂടെ മടങ്ങി ബൈത്തുൽ മുഖദ്ദസിലെത്തി. നേരം പുലർന്നപ്പോഴേക്ക് മസ്ജിദുൽ ഹറാമിലും കിടന്നിരുന്ന സ്ഥലത്ത് മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ ഒരു ചിരിയാണ് ചിരിച്ചു. എന്ത് ചിരി? എന്ത് ചിരി ചിരിച്ചേ? ഒരുമാതിരി ചിരി. ആ മറ്റേ ചിരി ഉണ്ടല്ലോ, എന്ത് ചിരി എന്നാ അതിന് പറയാം? ആക്കണ ചിരി. ആ ചിരിയാണ് ചിരിച്ചു. ഒരാക്കണ ചിരിയാണ് ചിരിച്ചിട്ട് ഓൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചു, വരിയടാ, വരി വരി വരി, വിവരമുണ്ട്, വിവരം, പുതിയ വിവരം. ഓൻ്റെ എല്ലാ ആൾക്കാരും വിളിച്ചു വരുത്തിയിട്ട് മൂപ്പര വക ഒരു വിശദീകരണമാണ്. ലേശം അങ്ങനെ പൊടിപ്പും തുങ്ങലൊക്കെ കൂട്ടിയിട്ട് എന്തായാലും ഇങ്ങനെ ഉറങ്ങണോട് നിന്ന് നീച്ചിട്ട് നമ്മൾ മുഹമ്മദ് ബൈത്തുൽ മുഖദ്ദസ്ക്കാണ് പോയിത്തരേ. 40 ദിവസം ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലേ നമ്മൾ സാധാരണ എത്തല്. അങ്ങനെയാണ് പോയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടുന്ന് 7 ആകാശങ്ങൾ കയറി ബഹറുൻ നൂർ എന്ന പ്രകാശത്തിന്റെ താഴ്വാരം കടന്ന് സിദ്റത്തുൽ മുൻതഹ എന്ന അതിർത്തിയിലെ എലന്തമരവും കടന്ന് അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്ത് ചെന്ന് സംഭാഷണം നടത്തി മടങ്ങി വരുന്ന വഴിയിൽ മൂസ നബിയെ കണ്ട് അങ്ങോട്ട് തന്നെ പോയി ഇങ്ങോട്ട് തന്നെ പോന്ന് നേരം വെളുത്തപ്പത്തിന് ഏതായാലും പോയ വഴിയിലൂടെ മടങ്ങി മസ്ജിദുൽ ഹറാമിൽ മടങ്ങിയെത്തി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഓൻ്റെ ആൾക്കാർ എല്ലാവരും കൂടിയാണ് ചിരിച്ചു. ഈ ചിരി കേട്ടിട്ട് സിദ്ദീഖുൽ അക്ബർ വന്നു അങ്ങോട്ട് റളിയല്ലാഹു അൻഹു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞു. ഒന്നും കേട്ടില്ല ചോദിച്ചു. ഇല്ല, ഞാൻ ഒന്നും കേട്ടില്ല. എടാ, ഇന്ന് രാവിലത്തെ വിടലല്ലേ കേൾക്കേണ്ടത്, അമ്മാതിരി വിടലല്ലെന്ന് വിട്ടതെന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. അതിൽ അബൂജഹൽ ഇങ്ങനെ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേക്കിന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു. ഒറ്റ ചോദ്യം. ഇതിൻ്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അതേ അറിഞ്ഞു. എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരാണ് ഈമാൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഇളകാത്ത രൂപത്തിൽ സെറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് കഴിയോ? ഈമാൻ ഇളകൂല. അല്ലെങ്കിൽ ഇളകും. അത് ഇളകാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. 1, നബി തങ്ങളോട് ബന്ധം സ്ഥാപിക്കണം. 2, ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തണം. എത്രയാണോ ഭൗതികമായി പഠിക്കുന്നത് അത്ര ആത്മീയതയും പഠിച്ചുകൊണ്ടിരിക്കണം. പഠിക്കാൻ സൗകര്യമില്ല എന്ന് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റൂല. വേണ്ടാന്ന് വെച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി എന്താ മറുപടി? ശരിക്കും മറുപടി കിട്ടിയില്ലെങ്കിൽ തന്നെ ഈമാൻ പോകാൻ പാടില്ല കേട്ടോ. എന്നാലും നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു സംശയത്തിന് നമ്മൾ മറുപടി പറയണമല്ലോ എന്നുള്ള നിലയിൽ പറയാണ്.
ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹിലും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ഈ പറഞ്ഞ സംഭവം. ഏത്? ഈ കള്ളുടിച്ചു എന്നാക്കണ ഈ സംഭവം. ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉണ്ട്. ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ അക്കാലത്ത് ആളുകൾ കുടിക്കൽ പതിവുണ്ട്. ഈത്തപ്പഴം ഇങ്ങനെ ഒരു ഭാഗത്ത് കൂട്ടിടും, എന്നിട്ട് അതിലിങ്ങനെ ഇടയ്ക്ക് വെള്ളം കുടയും. അപ്പം ആ മധുരമൊക്കെ കൂടിയും ചേർന്നിട്ട് അതിൻ്റെ അടിയിലൂടെ ഒരു പാനീയം ഒലിച്ചു വരും, അത് ശേഖരിക്കും. ഇന്നത്തെ ഭാഷയിൽ അതിന് ജ്യൂസ് എന്ന് പറയാം, പക്ഷെ അന്ന് ജ്യൂസ് എന്ന സിസ്റ്റം ഇല്ല, അതുകൊണ്ട് ആ പേര് പറയാൻ പറ്റൂല. ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ കുടിക്കൽ പതിവുണ്ട്. ഈ പാനീയം വെയിലത്ത് വെച്ച് ചൂടാക്കുന്ന സമയത്ത് നൊരയും പതയൊക്കെ വന്ന് പുളിച്ച് കേടുവന്ന് കള്ളാക്കി മാറ്റിയിട്ടും കുടിക്കലുണ്ട്. ഈ പാനീയം ഒരാൾ നബി തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ മുത്തുനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദര ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത്. അതായത് ഇത് മദ്യമായി കള്ളായി രൂപാന്തരപ്പെടാൻ ആവശ്യമായ വെയിൽ കൊള്ളുക എന്ന സംഭവം ഇതിൽ 100% ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് നബി തങ്ങൾ അത് വാങ്ങിക്കുടിച്ചു എന്ന സംഭവത്തെ വഴിതെറ്റിച്ചുകൊണ്ട് സംശയമുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഒരു 5-6 ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്കാണ് കിട്ടിയാൽ നമ്മളെ മനസ്സ് പറയും ബാക്കിയൊക്കെ അതേമാതിരി തന്നെ ഈ കരന്ന്. അതാണ് ഈ മന. മനസ്സിലായ നിങ്ങൾക്ക്? അതിന് 5-6 കിട്ടണ്ടേ? ഒരു 5-6 നമുക്കാണ് കിട്ടിയാൽ നമ്മളെ കൽബ് പറയും ബാക്കിയൊക്കെ അതേമാതിരി തന്നെ കാരണം. പിന്നെ എന്ത് കേട്ടാലും അവൻ്റെ ഇമ അളകൂല. അബൂബക്കർ സിദ്ദീഖിന് അതാണ് അളകാത്തത് റളിയല്ലാഹു അൻഹു. നമ്മളതിനാണ്ട് പഠിച്ചെത്തിയില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് കിട്ടി, 5ലെ സർട്ടിഫിക്കറ്റ്, 7ലും. അതിന് നല്ല മാർക്കും ഉണ്ട്, 90 മാർക്കൊക്കെ. പിന്നെന്തിനാ ഇഞ്ഞു പോകേണ്ടത്? ആ അത്യാവശ്യമായും തീരുമാനിച്ചുകൊണ്ടിരുന്നതാണ്. അത്യാവശ്യമായി നിക്കരിച്ചാനും നോൽമ്പോൽക്കാനൊക്കെ അത് മതിയാവും, ഈമ നിൽക്കണമെങ്കിൽ അത് മതിയാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇൽമിൻ്റെ സംരക്ഷണമാണ്. ഇൽമ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. മൂന്നാമത്തെ കാര്യം സ്വഭാവത്തിൻ്റെ സംരക്ഷണമാണ്. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളാണ്. ഈ സൽസ്വഭാവം എന്ന് പറഞ്ഞ സാധനത്തെ ഒറ്റ വാക്കിൽ ഒതുക്കാൻ കഴിയില്ല എന്നാണ്. കുറേ കാര്യങ്ങൾ ചേർന്നതാണ് സൽസ്വഭാവം. അതേസമയത്ത് ദുസ്വഭാവത്തെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. ദുസ്വഭാവം ഇല്ലാതിരിക്കുന്നതിന് സൽസ്വഭാവം എന്ന് പറയാം. ദുസ്വഭാവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരലാണ്. ഒരിക്കൽ നബി തങ്ങളുടെ ഹദറത്തിൽ ഒരാൾ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ ഇസ്ലാം, ഇസ്ലാം ദീൻ എന്നാൽ എന്താണെന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പോകാൻ സമയത്ത് നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, എനിക്കറിയില്ല, അല്ലാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും അറിവുള്ളവർ. അപ്പോൾ പറഞ്ഞു, ലാ തഗ്ളബ് അഹദ, നിനക്കാരോടും ദേഷ്യം വരാതിരിക്കുന്നതിൻ്റെ പേരാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ദേഷ്യം വരില്ല എന്നുള്ളതാണ്. നമ്മളെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോവുകയാണെങ്കിൽ പോലും ദേഷ്യം വരും എന്നുള്ളതാണ്. ജുമാക്കൊക്കെ ചെന്നാൽ അവതും കിടക്കുന്നൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാൻ എന്താ ദേഷ്യം വന്നതില്ല, എന്താ വേണ്ടാത്തതിനും വേണ്ടതിനൊക്കെ നമുക്ക് ദേഷ്യം വരും. നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യം വരില്ല എന്നുള്ളതാണ് നബി തങ്ങളുടെ പ്രത്യേകത. അപ്പോൾ സൽസ്വഭാവത്തെ ഒറ്റ വാക്കിൽ ഒതുക്കാം. ലാ തഗ്ളബ് അഹദ, നിനക്കാരോടും ദേഷ്യം വരാതിരിക്കുന്നതിൻ്റെ പേരാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. എല്ലാവരും അവനാനെ ആലോചിക്കട്ടോ, ഞാൻ സൽസ്വഭാവിയാണോ അല്ലേന്ന്, ഈറ പിടിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയലുണ്ട്, അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം അവനാൻ്റെ കുട്ടിയോട് കാണിക്കാൻ കഴിഞ്ഞാൽ സൽസ്വഭാവിയാവുമെന്ന്. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം
അവനാൻ്റെ കുട്ടിയോട് കാണിക്കാൻ കഴിഞ്ഞാൽ സൽസ്വഭാവിയാവും. ഉദാഹരണം പറഞ്ഞുതരാം. നല്ലൊരു പായസം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. എന്ത് പായസം? സേമിയ പായസം. നല്ലൊരു സേമിയം പായസം ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് കുടിക്കാൻ നേരത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അമ്മായിൻ്റെ കുട്ടി വിരുന്ന് വന്നു. അപ്പോൾ പൊട്ടണ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പായസം എടുത്തിട്ട് അമ്മായിൻ്റെ കുട്ടിക്ക് കൊടുത്തു. അമ്മായിൻ്റെ കുട്ടി ആ പായസം ഇങ്ങനെ കുടിക്കണതിൻ്റെ ഇടയിൽ ഗ്ലാസ് വീണിട്ടാണ് പൊട്ടി. എന്താ പറയുക? സാരല്ലേ, അറിയില്ലേ? കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേ, ഗ്ലാസ് വീണാൽ പൊട്ടാതിരിക്കോ? അല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലാസ്സിന് എത്ര റുപ്യ? 25 റുപ്യ അല്ലേ? അങ്ങനത്തെ ഗ്ലാസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഒരു ഗ്ലാസ് കൂടി ഓനാൻ കൊടുത്താളി എന്ന് പറയും. ഇതല്ലേ പറയാം. പിറ്റേ ദിവസം നമ്മൾ പായസം ഉണ്ടാക്കി. ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു, അമ്മായിൻ്റെ കുട്ടിയും കുടിച്ചാണ്ട് അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം പായസം ഉണ്ടാക്കി. എന്ത് പായസം? ശർക്കര പായസം, പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ശർക്കര പായസം. അമ്മായിൻ്റെ കുട്ടി വന്നില്ല. നമ്മളെ കുട്ടിക്ക് പൊട്ടണ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പായസം കൊടുത്തു. പായസം കുടിക്കുമ്പോൾ ഗ്ലാസ് വീണ് പൊട്ടി. സ്വഭാവം മാറും. അനക്ക് ഇവിടുത്തെ ഗ്ലാസ് പൊട്ടിക്കല്ലാതെ വേറെന്ത്ര പണ്ടറ കാലപ്പണി? ഇവിടെ ഉള്ളിടത്തോളം ഗ്ലാസ് പൊട്ടിച്ച് തീർത്തത് ഓൻ തന്നെയല്ലേ, കൊടുക്കണ്ട ഓനിഞ്ഞ്. അയൽപക്കത്തെ കുട്ടിയോടുള്ള സ്വഭാവം അവനാൻ്റെ കുട്ടിയോട് കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സൽസ്വഭാവിയാണ്. അയൽപക്കത്തെ പെണ്ണിനോടുള്ള സ്വഭാവം അവനാൻ്റെ പെണ്ണിനോട് കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സൽസ്വഭാവിയാണ്. തേങ്ങടാൻ വരുന്ന ആളോട് കാണിക്കുന്ന സ്വഭാവം അവനാൻ്റെ പുതിയാപ്പളിനോട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സൽസ്വഭാവിയാണ്. അന്യരോട് കാണിക്കുന്നത് അവനാൻ്റെ ആൾക്കാരോട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സൽസ്വഭാവം. തന്നെ ലാ തഗ്ളബ് അഹദ, നിനക്കാരോടും ദേഷ്യം വരാതിരിക്കുന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. നാലാമത്തേത് ബുദ്ധിയുടെ സംരക്ഷണമാണ്. ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അർസല അംബി യാദബി ഫാതാന ബിസ്ദിഖി വത്തബ്ലീഗി വൽ ആമാന. അമ്പിയാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂർമ്മ ബുദ്ധി, ഫത്താനത്ത്, ബുദ്ധി കൂർമ്മത. എല്ലാ നബിമാർക്കുള്ള പ്രത്യേകതയാണ്. അതിൽ വിശേഷാൽ ബുദ്ധിയുള്ള ആളാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ഉമ്മയുടെ വയറിൽ കിടക്കുമ്പോൾ ഉമ്മാക്കുണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ച് നബിതങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഓർമ്മ അറിയണത്. എല്ലാ മനുഷ്യനും എല്ലാവരെയും മറക്കുന്ന ദിവസമാണ് മഹ്ശർ. വാപ്പ മക്കളെ അന്വേഷിക്ക പാലം കടന്നതിൻ്റെ ശേഷമാണ്. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിൻ്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന് മുമ്പ് നമ്മളെയും അന്വേഷിച്ചു കൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ മാത്രമാണുള്ളത്, മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഓർമ്മ പറഞ്ഞാൽ. ഓർമ്മയുടെ മഹാ അത്ഭുതമായിരുന്നു അഷ്റഫുൽ വറ ഹബീബന. ഈ ഓർമ്മ എന്താ? ഓർക്കേണ്ടതിനെ ഓർക്കലും ഓർമ്മയാണ്, മറക്കേണ്ടതിനെ മറക്കലും ഓർമ്മയാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത ഓർക്കേണ്ടതെല്ലാം ഓർമ്മയുണ്ട്, മറക്കേണ്ടതെല്ലാം മറന്നിട്ടുണ്ട്. ഒരിക്കൽ നബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബിയെ, ഇങ്ങക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് ഖദീജ ബി അബൂ താലിബും വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അല്ല, ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണ് പറഞ്ഞു. ത്വായിഫിൽ നിന്ന് പോരുമ്പോൾ ഓടിയിട്ട് 45 കിലോമീറ്റർ ഓടിയിട്ടാണ് ആദ്യമായി നിന്നത്. എന്നിട്ട് നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് നാളെ അള്ളാഹു ഷഫാഅത്ത് ചെയ്യാൻ അനുമതി നൽകിയാൽ ത്വായിഫുകാർക്ക് വേണ്ടി ഞാൻ ആദ്യമായി ഷഫാഅത്ത് ചെയ്യുന്നു. മറക്കേണ്ടത് മറന്നു. ഓർക്കേണ്ടതിനെ ഓർത്തു, മറക്കേണ്ടതിനെ മറന്നു. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാകുക. മറക്കേണ്ടതൊക്കെ ഓർമ്മ ഉണ്ടാവും. 5 കൊല്ലം മുമ്പ് ഒരാൾ കണ്ണുരുട്ടിയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓർക്കേണ്ട 9 മാസം താഴെ ഇറങ്ങാതെ ഉമ്മാന്റെ ഉദരത്തിലിരുന്നത് ഓർമ്മയില്ല, മറന്നു. 5 കൊല്ലം മുമ്പ് ഒരാൾ കണ്ണുരുട്ടിയത് ഇപ്പോഴും ഓർമ്മയുണ്ട്.
നമ്മളെല്ലാ പരിപാടിയും പകരം വീട്ടലാണ്. 5 കൊല്ലം തികട്ടെ എന്നിട്ട് വേണം ഓനൊന്ന് കാണിച്ചു കൊടുക്കാനെന്ന, അടുത്ത ജനറൽ ബോഡിന് വരട്ടെ എന്നിട്ട് വേണം കാണിച്ചു കൊടുക്കാനെന്ന, ഒക്കെ പകരം വീട്ടലാണ്. നമ്മളൊക്കെ ഓർത്തു വെക്കുന്നു. മറക്കേണ്ടതെല്ലാം ഓർമ്മയിലുണ്ട്, ഓർക്കേണ്ടതെല്ലാം മറന്നിട്ടുണ്ട്. മുത്തുനബി നേരെ ഓപ്പോസിറ്റാണ്. മറക്കേണ്ടതെല്ലാം മറന്നിട്ടുണ്ട്, ഓർക്കേണ്ടതെല്ലാം ഓർമ്മയുണ്ട്. അതാണ് ഓർമ്മ. ഓർമ്മയുടെ മഹാത്ഭുതമാണ് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ബുദ്ധി നശിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. ബുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. മിസ്വാക്ക് ചെയ്യൽ ബുദ്ധിശക്തിക്ക് വളരെ അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ ഉസ്താദന്മാരൊക്കെ കുട്ടികളോട് പറയലുണ്ട് 6 നേരം പല്ല് തേക്കണമെന്നാണ്. 5 നിസ്കാരത്തിൻ്റെ കൂടെയും രാത്രി ഉറങ്ങുന്ന സമയത്തും. എല്ലാവരോടും ഞാൻ പറയുന്നത് 2 നേരം എന്തായാലും പല്ല് തേക്കണം. ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും. പല്ല് തേക്കൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. മിസ്വാക്ക് ബുദ്ധിയോട് വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് ബുദ്ധിക്ക് പ്രചോദനമുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. ബുദ്ധി നശിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യരുത്. മദ്യപാനം ബുദ്ധിയെ നശിപ്പിക്കും, ലഹരിയുടെ ഉപയോഗം ബുദ്ധിയെ നശിപ്പിക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും പറയേണ്ട ഒരു കാര്യം അതാണ്. ലഹരി ഉപയോഗം ബുദ്ധിയെ നശിപ്പിക്കും. അതുകൊണ്ട് വ്യക്തിപരമായും സാമൂഹികമായും കുടുംബപരമായും ലഹരിയുടെ ഉപയോഗത്തെ സൂക്ഷിക്കണം. വ്യക്തിപരമായി എങ്ങനെ സൂക്ഷിക്കാം? തമാശക്കോ കമ്പനിക്കോ അറിയാതെയോ അബദ്ധത്തിൽപ്പെട്ടോ ഒരിക്കൽ പോലും ലഹരി ഉപയോഗിക്കരുത്. എന്നോടൊരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അങ്ങാടിയിലെ എല്ലാവർക്കും ഒരു ലേഹം ഇങ്ങനെ കൊടുക്കുകയുണ്ടായിരുന്നു, ഞാനും വാങ്ങിയിട്ട് തിന്നതിൻ്റെ ശേഷമാണ് എന്താണെന്ന് മനസ്സിലായത് എന്ന്. അങ്ങനെ അബദ്ധത്തിൽ പോലും ലഹരി ഉപയോഗിക്കരുത്. കാരണം പഴയതുപോലെയല്ല, പുതിയ ലഹരി പദാർത്ഥങ്ങൾ സിന്തറ്റിക് ലഹരി പദാർത്ഥം എന്ന് പറയും, കെമിക്കലാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അഡിക്ഷൻ ഉണ്ടാവും. സ്കൂളുകളോടും കോളേജുകളോടൊക്കെ അനുബന്ധിച്ച് ലഹരി വസ്തുക്കൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. സൗജന്യമായിട്ട് എത്ര പ്രാവശ്യം കൊടുക്കുക നിങ്ങൾ? 1 വട്ടമാണ് സൗജന്യം. പിന്നെ വാപ്പാൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്ന് വാങ്ങും. 1 പ്രാവശ്യം ഉപയോഗിച്ചാൽ അഡിക്ഷൻ ഉണ്ടാവും എന്നാണ് പുതിയ ലഹരിയുടെ പ്രത്യേകത. അതുകൊണ്ട് തമാശക്ക് പോലും ഉപയോഗിക്കരുത്, കമ്പനിക്ക് പോലും ഉപയോഗിക്കരുത്. ആര് എന്ത് പറഞ്ഞാലും ശരി, ജീവിതത്തിലൊരിക്കലും ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നതിനെ അഭിമാനമായി കാണണം.